എന്റെ കേസിൽ അത് ദൈവം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് സംശയമുള്ളത്. കാരണം അതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സംഗതി എന്താണെന്നറിയാമോ? ഐ ആം നോട്ട് വർത്തി. ഞാൻ യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് കർത്താവ് എന്റെ കേസിൽ ഇത് ചെയ്യും. എനിക്ക് വേണ്ടി ചെയ്യുമോ? എന്റെ രോഗം മാറ്റുമോ? എന്റെ ബുദ്ധിമുട്ടുകൾ കർത്താവ് മാറ്റും. എന്റെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം കർത്താവ് മാറ്റുമോ? കാരണം എന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല, ഞാൻ അത്ര യോഗ്യനല്ല എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. എങ്ങോട്ട് നോക്കിയാ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ശരീരത്തിലോട്ട് നോക്കിയ, നമ്മുടെ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ആക്ഷനിലേക്ക് നോക്കിയ, പ്രവൃത്തികളിലോട്ട് നോക്കിയ, നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ഹോളിനെസ്സിലേക്ക് നോക്കിയ, നമ്മുടെ വിശുദ്ധിയിലേക്ക് നോക്കിയ, നമ്മുടെ പെർഫോമൻസിലേക്ക് നോക്കിയ, നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് നോക്കിയ. അതായത് ദൈവത്തിന്റെ കൃപയും കരുണയും അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെങ്കിൽ അത് നമ്മെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്ങ് തറഞ്ഞു കയറിയിരിക്കുക. നമ്മുടെ നല്ല വശങ്ങളും ഗുണഗണങ്ങളും, നമ്മളുടെ പുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും വിശുദ്ധിയും, നമ്മുടെ ആക്ഷൻസും പെർഫോമൻസും ഹോളിനെസ്സും ഒക്കെയാണ് ദൈവത്തിന്റെ മറുപടി തരുന്നതിന് അർഹമായിരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ രൂഢമൂലമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു കാലത്തും യോഗ്യരാകാൻ പോകുന്നില്ല, അല്ലെ? ഒരു കാലത്തും ഈ ചിന്ത നമ്മൾ വെടിയാതെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് യോഗ്യരായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മൾ നമ്മെ കാണുന്നത് പോലെ അല്ല ദൈവം നമ്മെ കാണുന്നത്, കർത്താവ് നമ്മളെ കാണുന്നത്. കർത്താവ് എവിടോട്ടാ നോക്കുന്നതെന്ന് അറിയാമോ? സകല ന്യായവിധിയും നമുക്ക് വരേണ്ടതായ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും പാപങ്ങൾക്കും തക്കവണ്ണം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സകല ശിക്ഷകളും അവൻ ഉയർത്തപ്പെട്ടപ്പോൾ അവനിലേക്ക് അവൻ ആകർഷിച്ചെടുത്തു. നമ്മളെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചു. നാം ന്യായവിധിയിൽ അകപ്പെടാതെ, നമുക്ക് നമ്മുടെ പാപം മൂലം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന സകല ശിക്ഷാവിധികളും യേശുവിന്റെ മേലായി തീർന്നു, നമ്മളെ യോഗ്യരാക്കി.